നമസ്കാരം. സന്ദീപ് വാര്യർ ബി.ജെ.പിയുടെ ഒരു മുഖമായിരുന്നു പാലക്കാടൻ ഏരിയയിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബി.ജെ.പിയുടെ തുടക്കം മുതൽ ബി.ജെ.പിയുടെ സജീവമായി നിൽക്കുകയും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പുകളിൽ പലതവണ മത്സരിക്കുകയും ഒക്കെ ചെയ്ത സന്ദീപ് വാര്യർ എന്നാൽ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റിനെ ചൊല്ലിയുണ്ടായ ചില തർക്കങ്ങളിൽപ്പെട്ട് ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറുകയുണ്ടായി. കോൺഗ്രസ് ആ ഒരു ഇലക്ഷൻ സമയമായതുകൊണ്ട് വലിയ തോതിൽ സ്വീകരണങ്ങളും ഒക്കെ നടത്തി ബൊക്കയും മാലയും ഒക്കെ ഇട്ട് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന് സന്ദീപ് വാര്യർ എന്നത് യാതൊരു സംശയവുമില്ല. സന്ദീപ് വാര്യർ തൊടുന്നിടത്തൊക്കെ വിവാദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കോൺഗ്രസിൽ ഉള്ള ആളുകൾക്ക് പോലും ഇപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ വരവ് പല നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം പാലക്കാടൻ ഏരിയയിൽ ഏതെങ്കിലും ഒരു മണ്ഡലം ലക്ഷ്യം വെച്ചാണ്, ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസിലേക്ക് ഈ സന്ദീപ് വാര്യർ എത്തിയത് എന്ന് അന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ അവിടേക്ക് ഒരു മണ്ഡലത്തിലും സന്ദീപ് വാര്യർക്ക് കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് കോൺഗ്രസിലെ പല നേതാക്കളും പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശങ്കുട്ടി ദാസ് എന്ന ബി.ജെ.പിയുടെ ഒരു നേതാവ്, RSSൻ്റെ ഒക്കെ ഒരു ഉയർന്ന നേതാവുമായി കഴിഞ്ഞ ഒരു ദിവസം മാതൃഭൂമിയിൽ ഒരു ചർച്ച നടത്തുകയുണ്ടായി സന്ദീപ് വാര്യർ. ഈ ചർച്ചയിൽ സന്ദീപ് വാര്യരെ പൊളിച്ചെടുക്കുന്ന ശങ്കുട്ടി ദാസിനെയാണ് കണ്ടത്. ഈ ശങ്കുട്ടി ദാസ് ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞപ്പോൾ അതിൽ തലകുനിച്ച് ഇരിക്കാൻ മാത്രമേ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞുള്ളൂ എന്നത് പ്രസക്തമാണ്. അതിന് തൊട്ടടുത്ത ദിവസം സന്ദീപ് വാര്യർ ഒരു വലിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു. അതായത് മദ്യപിച്ച് മതോന്മത്തനായി വാഹനം ഓടിച്ചപ്പോൾ സന്ദീപ് ടി ദാസ് ഒരിക്കൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു അപകടത്തിൽപ്പെടുകയും വലിയ തോതിൽ മൃതപ്രായനായി കിടക്കുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തകൾ നിറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ് സന്ദീപ് വാര്യർ ഇട്ടത്. അതായത് ശങ്കുട്ടി ദാസിന് അപകടം പറ്റിയത് അയാൾ മദ്യപിച്ചിട്ട് ലക്കില്ലാതെ ബൈക്കിൽ പോയപ്പോഴായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അതിന് തൊട്ട് പിന്നാലെ ശങ്കുട്ടി ദാസ് അതിൻ്റെ വിശദീകരണവുമായി എത്തിയത് വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു. അതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇടങ്ങളിൽ പോലും സന്ദീപ് വാര്യരെ അടുപ്പിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നത് എന്ന് പറയാം. ശങ്കുട്ടി ദാസ് ഒരു RSSകാരനാണ് അല്ലെങ്കിൽ ബി.ജെ.പിക്കാരനാണ് എങ്കിലും ശങ്കുവിന് വലിയ തോതിലുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ആ ചില മണ്ഡലങ്ങളിൽ പാലക്കാട്, നിലമ്പൂർ, മലപ്പുറം മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. അതായത് രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരോടും ഇടപെടുകയും നല്ല രീതിയിൽ ഇടപെടുകയും നല്ല സൗഹൃദങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് സന്ദീപ് ടി ദാസ്. അവിടെ അദ്ദേഹം രാഷ്ട്രീയം നോക്കാറില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ വലിയ തോതിലുള്ള ബന്ധങ്ങളൊക്കെയുള്ള ഒരു ആളായിരുന്നു സന്ദീപ് ടി ദാസ്. എന്നാൽ സന്ദീപ് ടി ദാസ് തൊട്ടടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഒരു വലിയ പോസ്റ്റ് ഇട്ടത് ആണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. സന്ദീപിൻ്റെ ശങ്കുവിൻ്റെ പോസ്റ്റ് ഇപ്രകാരമാണ്: മദ്യപിച്ച് ലക്കുകെട്ട് വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ എന്ന അത്യന്തം ഹീനമായ പരാമർശം ഒന്നുകൊണ്ട് മാത്രം അങ്ങനെ വിട്ടുകളയാൻ കഴിയാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് ഈ പോസ്റ്റ് ഇടുന്നത്. കാരണം ആ ഒരൊറ്റ വരിയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം എന്നതിനെ അതിലംഘിച്ച് ആ അപകടത്തെപ്പറ്റി അറിഞ്ഞത് മുതൽ വല്ലാതെ വേദനിച്ച, എത്രയും വേഗത്തിൽ അതിനെ അതിജീവിച്ച് ഞാൻ മടങ്ങി വരണം എന്ന് പ്രാർത്ഥിച്ച, അതിനായി ജപവും വ്രതവും പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തിന് നേരെ കൂടിയുള്ള നിന്ദ്യമായ ആക്രമണമായി അത് മാറി. എന്നെപ്പറ്റി പറഞ്ഞത് വിട്ടുകളഞ്ഞാലും എന്നിൽ വിശ്വാസമർപ്പിച്ച അത്രയേറെ മനുഷ്യരെ മുറിപ്പെടുത്താൻ നടത്തിയ ശ്രമത്തെ എനിക്ക് മറന്നു കളയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് ശങ്കുട്ടി ദാസ് ഇട്ടത്. 3 ദിവസം മുൻപ് നടന്ന മാതൃഭൂമി ന്യൂസ് ചർച്ചയാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ പ്രകോപനത്തിന് കാരണം. ചർച്ചയിൽ ബി.ജെ.പി പ്രതിനിധിയായി പങ്കെടുത്ത ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു വന്ന സന്ദീപിനെ ആദർശമില്ലായ്മയുടെ പേരിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു. 7 വർഷം മുൻപ് നടന്ന ശബരിമല പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് സംഘപരിവാറിനുള്ളിലെ തന്നെ ആചാര സംരക്ഷണത്തിന് അനുകൂലവും പ്രതികൂലവുമായിരുന്ന 2 ചേരികൾ തമ്മിൽ നടന്ന വാദപ്രതിവാദങ്ങളെ പരാമർശിച്ച എന്നെ വിമർശിക്കാൻ ശ്രമിച്ച സന്ദീപിന് അന്ന് നടന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം വിശദീകരിച്ചും അന്ന് സന്ദീപ് സ്വീകരിച്ചിരുന്ന സമീപനവും ഇപ്പോൾ പുലർത്തുന്ന നയവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഓർമ്മിപ്പിച്ചും ആശയത്തിൻ്റെ പേരിൽ ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ നടന്ന ആഭ്യന്തര കലഹവും സ്ഥാനമാനങ്ങളുടെ പേരിൽ സംഘടനയുടെ തന്നെ തള്ളിപ്പറഞ്ഞുള്ള കൂറുമാറ്റവും തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ല എന്ന് വ്യക്തമാക്കുകയും ഞാൻ മറുപടി കൊടുത്തപ്പോൾ ഒന്നും പറയാനില്ലാതെ തലതാഴ്ത്തി ഇരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ഈ ചർച്ചയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ധാരാളം വ്യക്തികളും പേജുകളും അത് ഷെയർ ചെയ്തു സന്ദീപിനെ അടുത്ത ദിവസങ്ങളിൽ കണക്കിന് പരിഹസിക്കുകയും ചെയ്തിരുന്നു. ചർച്ചയിലുണ്ടായ തർക്കം ചർച്ച കഴിഞ്ഞപ്പോൾ തീർന്നു. പിന്നീട് അതിൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ച് വിജയാഹ്ലാദം കാണിക്കുന്നതും എതിർപക്ഷത്തെ ആക്ഷേപിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതും ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാൻ നിന്നില്ല. എന്നാൽ നിരവധി സംഘപരിവാർ അനുകൂല പേജുകളിലും പ്രൊഫൈലുകളിലും ട്രോൾ പേജുകളിൽ പോലും ആ വീഡിയോ ശകലങ്ങൾ പ്രചരിക്കുകയും സന്ദീപിന് ഗുരുതരമായി ക്ഷീണം സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതികാരം തീർക്കാനും എന്നെ വ്യക്തിപരമായി താഴ്ത്തിക്കെട്ടി
തൻ്റെ ദുരഭിമാനത്തിലേറ്റ ക്ഷതത്തിന് അല്പം ശമനം കണ്ടെത്തുന്നതിനുമാണ് ചർച്ചയിൽ പറയാൻ പറ്റാതെ പോയ കാര്യങ്ങളുടെ തുടർച്ച എന്ന പോലെ അസത്യങ്ങളും അസംബന്ധങ്ങളും വാരി നിറച്ച് സന്ദീപ് വാര്യർ ഇന്നലെ എനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ശങ്കുറ്റിദാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സന്ദീപിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യ ഭാഗം തന്നെ അടിസ്ഥാനരഹിതം ആണ് എന്നതും സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. സംഘത്തിൻ്റെ മുൻ അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖായിരുന്ന മാന്യ രംഗ ഹരി എന്ന ആർ ഹരിയേട്ടനെ എളമക്കരയിലെ കടൽ കിഴവൻ എന്നോ ബിഷപ്പ് യോഹന്നാൻ്റെ ഏജന്റ് എന്നോ ഞാൻ ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല. സംഘത്തിനുള്ളിൽ ഒരു യോഹന്നാൻ പക്ഷം ഉണ്ടെന്ന് ഞാൻ എവിടെയും ആരോപിച്ചിട്ടുമില്ല. സോഷ്യൽ മീഡിയയിൽ അക്കാലത്ത് മറ്റാരെയൊക്കെയോ നടത്തിയ പ്രയോഗങ്ങളും പരാമർശങ്ങളും എൻ്റെ തലയിലേക്ക് സന്ദീപ് വാര്യർ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും മിതത്വമില്ലാത്ത ഭാഷയോ മാന്യമില്ലാത്ത പ്രയോഗങ്ങളോ ആർക്കെതിരെയും ഞാൻ ഉപയോഗിക്കാറില്ല എന്നത് എന്നെ വായിക്കുന്ന സകലർക്കും അറിയാവുന്ന സംഗതിയാണ്. സത്യത്തിൽ വിമർശനങ്ങൾ ഉള്ളപ്പോൾ ശക്തമായി അത് ഉന്നയിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ ഒളിച്ചു വയ്ക്കാതെ അവ പ്രകടിപ്പിക്കുകയും ആദർശത്തിൽ മാത്രം ഊന്നിയ നിലപാടുകൾ എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ശേഷവും സംഘത്തിലും സമാജത്തിലും എനിക്ക് ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയിൽ അസ്വസ്ഥനായി വസ്തുതകൾ വളച്ചൊടിച്ചുള്ള അസത്യ പ്രചാരണത്തിലൂടെ സംഘം കുടുംബത്തെ എനിക്കെതിരെ തിരിച്ചുവിടാനാണ് സന്ദീപ് വാര്യർ ശ്രമിക്കുന്നത്. രണ്ടാമതായി, ശബരിമല പ്രക്ഷോഭകാലത്ത് ഞാൻ സംഘത്തിനുള്ളിൽ അല്ലെന്നും 2021 നിയമസഭാ സീറ്റ് കിട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ പരിവാറിന് ഉള്ളിലേക്ക് വന്നത് എന്നും അതുവരെ സംഘടനയ്ക്ക് പുറത്തായിരുന്നുവെന്നും സന്ദീപ് ആരോപിക്കുന്നതും തീർത്തും അസംബന്ധമാണ്. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പ്രധാനമായി പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിനെക്കുറിച്ച് ഈ മദ്യപിച്ച് മതോന്മത്തനായി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് മദ്യപിച്ച് ലക്കുകെട്ടുണ്ടായ വാഹനാപകടം എന്ന ആരോപണത്തെക്കുറിച്ച് തന്നെയാണ്. അത് ഏറെ ഹൃദ്യമായി തന്നെ ഈ ശങ്കുറ്റിദാസ് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും അദ്ദേഹം മദ്യപിച്ചില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. 2022 ജൂൺ 23 രാത്രി 10 മണിയോടെ തിരൂരിലെ വക്കീൽ ഓഫീസിൽ നിന്ന് പൊന്നാനിയിലെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആണ് എനിക്ക് അപകടം സംഭവിക്കുന്നത്. സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടത് പ്രകാരം മാതൃഭൂമി ന്യൂസ് ചാനലിനെതിരെ വക്കീൽ നോട്ടീസ് തയ്യാറാക്കാനായിട്ടായിരുന്നു ഞാനന്ന് വൈകുന്നേരം ഓഫീസിൽ പോയത് പോലും. ഈ സംഭവം നടക്കുന്നത് ഈ സന്ദീപ് വാര്യർ എന്ന വ്യക്തി ആവശ്യപ്പെട്ടതിന് പ്രകാരം വക്കീൽ ഓഫീസിൽ പോയി അതിന് ഒരു പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന്, അതായത് മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു പരാതി ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അന്നും പ്രസക്തമായത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഷാജ് കിരണിനൊപ്പം സന്ദീപ് വാര്യർ കർണാടക ഊർജ്ജ മന്ത്രിയുടെ വസതിയിലെ ഒരു വിരുന്നിൽ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ അന്ന് പുറത്തുവിട്ടിരുന്നു. കർണാടക വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട 100 കോടി രൂപയുടെ ഒരു വ്യവസായ ഇടപാടിന് ഷാജ് കിരണിൻ്റെ ഇടനിലക്കാരനായാണ് സന്ദീപ് വാര്യർ കർണാടക മന്ത്രിയെ കണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസ് അന്ന് ഉച്ചയോടെ സംപ്രേഷണം ചെയ്തു. ആ വാർത്ത തനിക്ക് മാനഹാനി ഉണ്ടാക്കിയതാണെന്നും അതിനെതിരെ ഡിഫമേഷന് നിയമ നടപടി സ്വീകരിക്കണമെന്നും മാതൃഭൂമി ചാനലിനെതിരെ ഇന്ന് തന്നെ നോട്ടീസ് അയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സന്ദീപ് വാര്യർ എന്നെ വിളിക്കുന്നത്. ശരീരസുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് ലീവാണെന്നും നാളെ ഓഫീസിലെത്തിയ ഉടൻ വക്കീൽ നോട്ടീസ് തയ്യാറാക്കി അയക്കാമെന്നും ഞാൻ പറഞ്ഞെങ്കിലും സന്ദീപ് വന്നത് കൂട്ടാക്കിയില്ല. നിയമ നടപടി സ്വീകരിച്ചാൽ കാര്യം ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്നും നോട്ടീസിൻ്റെ പകർപ്പ് എത്രയും വേഗം മാധ്യമങ്ങൾക്ക് നൽകണമെന്നും നാളേക്ക് വെച്ചാൽ കൂടുതൽ പേർ വാർത്ത കൊടുത്തു കാര്യങ്ങൾ സങ്കീർണമാകുമെന്നും സന്ദീപ് നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് വയ്യെങ്കിലും സാരമില്ല, അന്ന് തന്നെ ചെയ്തു കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബൈക്ക് എടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങുന്നത്. 6 മണിയോടെ ഞാൻ ഓഫീസിലെത്തി. 10 മണിയായി എനിക്ക് തൃപ്തി തോന്നിയ ഫൈനൽ ഡ്രാഫ്റ്റ് പൂർത്തിയായപ്പോൾ അപ്പോഴേക്കും സീനിയർ ഉൾപ്പെടെ മറ്റെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മമ്മയും എവിടെ എത്തി എന്ന് ആദ്യയോടെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴ തുടങ്ങിയിരുന്നു. നന്നായി വിശക്കുന്നും ഉണ്ടായിരുന്നു. സന്ദീപിനെ വിളിച്ച് ഞാൻ നോട്ടീസ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയും ഡ്രാഫ്റ്റ് വാട്സപ്പ് ചെയ്യുകയും നാളെ രാവിലെ തന്നെ ഒറിജിനൽ എടുത്ത് അയച്ചോളാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. 10:15 ഞാൻ ഓഫീസ് പൂട്ടി ഇറങ്ങി. ചെറിയ മഴ നനഞ്ഞും കുറച്ചു ദൂരം ബൈക്ക് ഓടിച്ചത് ഓർമ്മയുണ്ട്. ഭയങ്കര കനമുള്ള എന്തോ പുറകിൽ വന്ന് അടിച്ചതായല്ലാതെ പിന്നൊന്നും ഓർമ്മയില്ല. അതായത് ഈ അപകടം ഇത് മുഴുവൻ വായിച്ചാൽ കുറച്ച് സമയം പിടിക്കുമെന്നുള്ള കാര്യം ചുരുക്കി പറയാം. ഈ അപകടം നടന്നതിന് ശേഷം ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ ആയിരുന്നു ഈ ശങ്കുറ്റിദാസ്. പിന്നീട് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും ചില ആശുപത്രികളുടെയൊക്കെ പേര് പരാമർശിക്കുന്നുണ്ട്. ആ ആശുപത്രിയിൽ നല്ല രീതിയിലുള്ള ഇടപെടലും കൊണ്ടാണ് ശങ്കുറ്റിദാസ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതൊന്നുമല്ല, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞിരുന്ന ഒരവസ്ഥ. അതായത് ശങ്കുറ്റിദാസിനെ കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയുന്നത് അദ്ദേഹം മദ്യപിക്കാറില്ലാത്ത ഒരു വ്യക്തിയാണ്. മാത്രമല്ല നല്ല ഹൃദയശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി അദ്ദേഹത്തോട് പരിചയമുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് വലിയ തോതിൽ പരാമർശം ഫേസ്ബുക്കിലൂടെ നടത്തിയത് ഈ അദ്ദേഹത്തെ ഈ ശങ്കുറ്റിദാസിനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തോട്
അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്നവരെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ തോതിലുള്ള മനോവിഷമുണ്ടായി. അത്തരം ഒരു കാര്യം വലിച്ചിടേണ്ട ഈ ഒരു കാര്യവും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പം എല്ലാ ആളുകളും പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരു 6-7 മാസത്തെ വലിയ തോതിലുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് ശങ്കുറ്റിദാസ് തിരിച്ചു വന്നത്. അപ്പോൾ ശങ്കുറ്റിദാസിനെ പറ്റി ഇങ്ങനെ ഇതിൽ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് അദ്ദേഹം ചെയ്യാത്ത ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് നടത്തിയത് ഇപ്പോൾ കോൺഗ്രസിന് തന്നെ വിനയായിരിക്കുകയാണ്. അതായത് സന്ദീപിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലുള്ള ആളുകൾ പോലും ഇപ്പോൾ ഇദ്ദേഹത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പോയപ്പോൾ പോലും പലയിടങ്ങളിലും അദ്ദേഹത്തിന് കൂക്കിവിളികൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ പോലും നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഒന്ന് മാറണമെന്നൊരു ചിന്ത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ബലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ BJP ഒരു കാരണവശാലും അടുപ്പിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുകയും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തങ്ങളെ ഒഴിഞ്ഞു പോവുകയും, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ സന്ദീപ് വാര്യർ അവിടെ നിന്ന് മറുകണ്ഠം ചാടിയത്. അതുപോലെ തന്നെ ഇനി തിരിച്ച് ഒരു കാരണവശാലും BJPയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് BJP നീങ്ങുന്നു. കോൺഗ്രസ്സുകാർ ഈ സന്ദീപ് വാര്യരെ ഉപേക്ഷിക്കാനുള്ള നിലപാടിലേക്ക് നീങ്ങുന്നു. ഒരു കാരണവശാലും CPMലേക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അടുപ്പിക്കില്ല എന്ന് അവർ നേരത്തെ തന്നെ പറയുന്നു. അങ്ങനെ ഒരാൾക്കും വേണ്ടാത്ത ഒരു പാഴ്വസ്തുവായി സന്ദീപ് വാര്യർ ഒറ്റ പ്രസ്താവന കൊണ്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്നും സജീവ പ്രവർത്തകൻ അല്ലെങ്കിൽ സജീവ നേതൃസ്ഥാനത്ത് നിന്നും മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോയത് എന്നത് അന്ന് പാർട്ടിക്ക് വലിയ തോതിലുള്ള മുറിപ്പാടുണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ സന്ദീപ് വാര്യർ ഇപ്പോൾ ലേലത്തിന് വെച്ചാൽ പോലും ആർക്കും വേണ്ടാത്ത ഒരു ചരക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരവും പൊതുവെയുള്ള പ്രചാരണവും.